UK പര്യടനത്തിലെ അപ്രതീക്ഷിത തിരിച്ചടികളും അതിനെ തുടർന്ന് വരാനിരിക്കുന്ന സിംബാബ്വെ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ T20 ടീമിലെ വൻ അഴിച്ചുപണികളും ക്രിക്കറ്റ് ലോകത്തിപ്പോൾ വലിയ ചർച്ചാവിഷയമാണ്. അയർലൻഡ്, ഇംഗ്ലണ്ട് മണ്ണിലെ ഇന്ത്യയുടെ മോശം പ്രകടനങ്ങൾ ടീം മാനേജ്മെന്റിനെ കടുത്ത തീരുമാനത്തിലേക്ക് നയിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്നത്. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന പരമ്പരയ്ക്കുള്ള സാധ്യത സ്ക്വാഡും അതിലൂടെ ടീം ലക്ഷ്യമിടുന്ന വലിയ അഴിച്ചുപണികളും വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിൽ UK പര്യടനത്തിന് പുറപ്പെട്ട ഇന്ത്യൻ ടീമിന് പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. താരതമ്യേന ദുർബലരായ അയർലൻഡിനെതിരായ T20 പരമ്പര 0-2 പൂർണ്ണമായും കൈവിട്ടത് ഇന്ത്യൻ ക്യാമ്പിന് വലിയ ആഘാതമായി. ഇതിന് പിന്നാലെ ശക്തരായ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിലും പരാജയപ്പെട്ടതോടെ ഇന്ത്യ നിലവിൽ 0-1 പിന്നിലാണ്. ഇംഗ്ലീഷ് സാഹചര്യങ്ങളിൽ പരമ്പര വീണ്ടെടുക്കുക എന്നത് വലിയ വെല്ലുവിളിയാണെങ്കിലും ശേഷിക്കുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത് പരമ്പര 2-2 എന്ന നിലയിൽ സമനിലയിലാക്കാനും ശ്രേയസ് അയ്യരും സംഘവും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഈ കടുത്ത പര്യടനം ജൂലൈ 19 അവസാനിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ ജൂലൈ 23 മുതൽ സിംബാബ്വെക്കെതിരായി നാട്ടിൽ വെച്ച് 3 മത്സരങ്ങളുടെ T20 പരമ്പര ഇന്ത്യയെ കാത്തിരിക്കുന്നുണ്ട്. ഇംഗ്ലണ്ട് പര്യടനം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ പരമ്പരയ്ക്കുള്ള ടീമിനെയും BCCI പ്രഖ്യാപിച്ചേക്കും. മലയാളി ക്രിക്കറ്റ് ആരാധകരെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായ വാർത്തകൾ തന്നെയാണ് UK-യിൽ നിന്നും വരുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നട്ടലായ സഞ്ജുവിന്റെ അന്താരാഷ്ട്ര കരിയർ വീണ്ടും ഒരു കടുത്ത പരീക്ഷണ ഘട്ടത്തിലാണ്. അയർലൻഡ് പരമ്പരയിലും ഇംഗ്ലണ്ടിനെതിരായ ആദ്യ മത്സരത്തിലുമായി ലഭിച്ച 3 അവസരങ്ങളിൽ യഥാക്രമം 5, 0, 1 എന്നിങ്ങനെ റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത്. ഈ തുടർച്ചയായ ഫോമില്ലായ്മ കാരണം അദ്ദേഹത്തിന് പ്ലേയിങ് 11 സ്ഥാനം നഷ്ടമായി കഴിഞ്ഞു. മാത്രമല്ല, വരാനിരിക്കുന്ന പരമ്പരയിൽ സഞ്ജു പൂർണ്ണമായും തഴയപ്പെടാനാണ് സാധ്യത. ഇതിനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ്. കൗമാര പ്രതിഭ 15-കാരൻ വൈഭവ് സൂര്യവംശിയും അഭിഷേക് ശർമ്മയുമാകും ഇനി T20-യിൽ ഇന്ത്യയുടെ സ്ഥിരമായ ഓപ്പണർമാർ. ആദ്യ മത്സരത്തിൽ വൈഭവിന് വലിയ സ്കോർ കണ്ടെത്താനായില്ലെങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകാൻ തന്നെയാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. സിംബാബ്വെ പരമ്പരയിലൂടെ ഇഷാൻ കിഷൻ ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറായി ടീമിലേക്ക് തിരിച്ചെത്തും. ബാക്കപ്പ് കീപ്പറായി യുവതാരം ധ്രുവ് ജുറേലിനെയും ഉൾപ്പെടുത്തിയേക്കും. സഞ്ജുവിനെ ഇനി ടീമിലേക്ക് പരിഗണിച്ചാൽ തന്നെ മധ്യനിരയിലാകും സ്ഥാനം. എന്നാൽ അവിടെ അദ്ദേഹത്തിന്റെ മുൻകാല റെക്കോർഡുകൾ അത്ര മികച്ചതല്ല. അതേസമയം ധ്രുവ് ജുറേൽ ടോപ്പ് ഓർഡർ മുതൽ ഫിനിഷറുടെ റോൾ വരെ ഏത് പൊസിഷനിലും കളിക്കാൻ കെൽപ്പുള്ള താരമാണ്. ഇത് സഞ്ജുവിന് കൂടുതൽ തിരിച്ചടിയാകും. 2020 ഫോർമാറ്റിൽ സമീപകാലത്തായി ഇന്ത്യൻ ടീമിന് വലിയ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന താരമാണ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ. ബാറ്റിങ്ങിലോ ബൗളിങ്ങിലോ ടീമിന് ഗുണകരമാകുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. സുന്ദറിനൊപ്പം മധ്യനിരയിൽ തിളങ്ങാൻ കഴിയാത്ത സൂര്യൻ ഷെഡ്ഗേയ്ക്കും സിംബാബ്വെ പരമ്പരയിൽ സ്ഥാനം നഷ്ടമായേക്കും. വാഷിംഗ്ടൺ സുന്ദറിന് പകരക്കാരനായി ഇടംകൈയൻ സ്പിൻ ഓൾറൗണ്ടർ മാനവ് സുതാറിനെയോ പുതുമുഖം വിപ്രോജ് നിഗമിനെയോ ടീമിലേക്ക് പരിഗണിച്ചേക്കും. അഫ്ഗാനിസ്ഥാനെതിരെ നടന്ന ഏക ടെസ്റ്റിൽ ഇന്ത്യൻ ഇന്നിംഗ്സ് വിജയം നേടിയപ്പോൾ മാൻ ഓഫ് ദി മാച്ച് ആയത് അരങ്ങേറ്റക്കാരനായ സുതാർ ആയിരുന്നു. വിപ്രോജ് നിഗമാകട്ടെ ശ്രീലങ്കയിൽ നടന്ന ത്രിരാഷ്ട്ര പരമ്പരയിൽ ഇന്ത്യ A ടീമിനായി മികച്ച പ്രകടനം നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ്. പരിക്കിൽ നിന്ന് പൂർണ്ണ മോചിതനായ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി സൂര്യൻഷിക്ക് പകരക്കാരനായി മധ്യനിരയിലേക്ക് തിരിച്ചെത്തും. UK പര്യടനത്തിൽ ഇന്ത്യൻ പേസ് നിര നേരിട്ട ഏറ്റവും വലിയ പോരായ്മ ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ബൗളിങ്ങിനെ നയിക്കാൻ പോകുന്ന ഒരു ലീഡറുടെ കുറവായിരുന്നു. സീനിയർ താരം അർഷ്ദീപ് സിംഗിന് ഈ റോൾ കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞില്ല. പ്രസിദ്ധ് കൃഷ്ണ, സ്പിന്നർ രവി ബിഷ്ണോയ് എന്നിവരും വലിയ രീതിയിൽ റൺസിന് വഴങ്ങി നിരാശപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ സിംബാബ്വെ പരമ്പരയിൽ ബൗളിംഗ് നിരയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അനുഭവസമ്പന്നനായ മുഹമ്മദ് സിറാജിനെ പേസ് നിരയുടെ നായകനായി സിംബാബ്വെ പരമ്പരയിലേക്ക് തിരികെ വിളിക്കാൻ മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നു. UK പര്യടനത്തിലെ പരാജയങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു വലിയ തലമുറ മാറ്റത്തിന് വേഗത കൂട്ടിയിരിക്കുകയാണ്. ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിന്റെ കടുത്ത നിലപാടുകളും യുവതാരങ്ങൾക്ക് മുൻഗണന നൽകുന്ന BCCIയുടെ പുതിയ നയങ്ങളും വ്യക്തമാക്കുന്നത് സിംബാബ്വെ പരമ്പര മുതൽ ഇന്ത്യ ഒരു പുതിയ T20 ശൈലിക്ക് തുടക്കമിടുമെന്നാണ്. ഫോമില്ലാത്ത സീനിയർ താരങ്ങളെ മാറ്റി നിർത്തി ഭാവിയിലേക്ക് ഒരു ശക്തമായ യുവനിരയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാകും ഇന്ത്യ വരും ദിവസങ്ങളിൽ കളത്തിലിറങ്ങുക.